കർത്താവിൻ്റെ നാമത്തിന് മഹത്വമാകട്ടെ. പ്രിയരെ, നമ്മുടെ കഷ്ടപ്പാടുകൾക്കും ഉറക്കളപ്പിനും അധ്വാനത്തിനും എല്ലാം ഒരു പ്രതിഫലം ദൈവം തരാൻ പോകുകയാണ്. നമ്മുടെ ഉയർച്ചകളും ഉന്നതമായ മാന്യതകളും ദൈവം തരുമ്പോൾ അതിൽ അസൂയാലുക്കളും ഉണ്ടാക്കും കേട്ടോ. അസൂയകാലുക്കളുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു 100 മേനിയ ഫലം കണ്ടതല്ലേ. അപ്പോൾ അസൂയാലുക്കളും ഉണ്ടായി. ഇത് തന്നെയാണ് പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊരു അഭിവൃദ്ധിയിലും അസൂയാലുക്കളുണ്ട്. അസൂയ നിമിത്തം ബന്ധിക്കുന്നു എന്ന് തിരുവചനമുണ്ട് അല്ലേ. ബന്ധനങ്ങളും ഉണ്ടാകാം. അവരതൊക്കെ ചെയ്യട്ടെ, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നത്. അത് ദൈവത്തിൻ്റെ സമയത്താണ് ഉയർത്തുന്നത്. അപ്പോൾ ഉയർച്ച പ്രാപിക്കുവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നാം മിണ്ടാതിരിക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യണം. ദുഃഖിച്ച് ഭാരപ്പെട്ട് നടക്കരുത്. ചിലപ്പോൾ ഒരു തകർച്ചയോ വീഴ്ചകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അസൂയാലുക്കളുടെ വെല്ലുവിളികളോ നമ്മളെക്കുറിച്ച് ചെയ്യാത്ത കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ, പ്രവർത്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന് മറ്റുള്ളവരെ കൊണ്ട് നമ്മളേറ്റവും സ്നേഹിക്കുന്നവരെ പോലും അവർ വെറുപ്പിക്കും. ആ വെറുപ്പ് നമ്മൾ കാണും. പക്ഷേ അതൊന്നും നമ്മുടെ വിഷയമല്ല. കർത്താവ് പറഞ്ഞ പോലെ ആ വാക്കൊന്നും കാര്യമാക്കണ്ട, ആ വിഷയങ്ങളും നമുക്ക് കാര്യമാക്കണ്ട. കർത്താവ് കൂടെ ഉണ്ടല്ലോ. കർത്താവ് എന്തു പറയുന്നു? കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിപ്പാനും രക്ഷിപ്പാനും വിടുവിപ്പാനും ഉദ്ധരിപ്പാനും അനുഗ്രഹിപ്പാനും കൂടെയുണ്ട്. നീ ചെല്ലുന്നിടത്ത്, നീ കൈ വെക്കുന്നിടത്ത്, നീ എന്തെല്ലാം കാര്യാദികൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നുവോ അവിടെ എല്ലാം എൻ്റെ അനുഗ്രഹമുണ്ട്. സ്തോത്രം. നീപ്പരം വല്ല വാക്കുകളും വേണോ കർത്താവിൽ നിന്ന്? അത് കർത്താവ് തന്നിരിക്കുകയാണ്. ഈ തന്ന കർത്താവിനെ നന്ദി അറിഞ്ഞ ഹൃദയത്തോടങ്ങ് സ്തുതിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അങ്ങോട്ട് വേല ചെയ്യട്ടെ, ബിസിനസ് ചെയ്യട്ടെ, പഠിക്കട്ടെ, ജോലി ചെയ്യട്ടെ, അങ്ങനെ അങ്ങോട്ട് കുടുംബജീവിതം നയിക്കട്ടെ, സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും. പിശാച് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ഈ ദൂത് കേട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അനുഗ്രഹപ്രദമാകേണ്ടതിന് എല്ലാവരും സന്തോഷത്തോടെ ദൂത് ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.